Hello, good morning. നമ്മുടെ സെക്ഷൻ 4.7 സെക്കൻഡ് വീഡിയോ സെക്കൻഡ് പ്രോബ്ലം ആണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ തുടങ്ങി വെച്ച ഫൈൻഡ് എ ബേസിസ് ഫോർ ദ റോ സ്പേസ് കോളം സ്പേസ് ആൻഡ് ഇതിൽ ഹെഡിങ്ങിൽ മൂന്നാമത് പറയുന്നത് റോ സ്പേസ് കോളം സ്പേസ് ആൻഡ് നൾ സ്പേസ് അല്ലേ. ഈ ക്വസ്റ്റിനോടെ ഒരു സിംഗിൾ ക്വസ്റ്റ്യൻ ഞാൻ ചേർത്തിട്ടുണ്ട്, റോ സ്പേസ് കോളം സ്പേസ് ആൻഡ് നൾ സ്പേസ്. അതുകൊണ്ട് തന്നെ ഈ പ്രോബ്ലം ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് മൂന്നൊക്കെയാണ് ഇതിൽ ചോദിക്കാൻ സാധ്യതയുള്ളത്. ഇത് ഒരു ക്വസ്റ്റ്യൻ ഇതെന്ന് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ക്വസ്റ്റ്യൻ പോകാം. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യണം, ഇത് നമുക്ക് റോ റിഡക്ഷൻ നടത്തണം, എക്ലോൺ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യണം. സോ ദിസ് ഇസ് ഈക്വലൻ ടു ഇത്രയും എളുപ്പമുള്ള സെക്ഷൻ ഒരു പക്ഷേ നമ്മൾ ചെയ്തിട്ടുണ്ടാവില്ല. പിന്നെ ഈ റോ റിഡക്ഷൻ നമ്മൾ സ്റ്റാർട്ടിങ് മുതലേ ചെയ്യുന്നതാണ്. റോ റിഡക്ഷൻ മാത്രമേ ഇവിടെ ചെയ്യുന്നുള്ളൂ, ബാക്കി റോയും കോളവും പിക്ക് ചെയ്യേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് വരിക നൾ സ്പേസാണ്. നമുക്ക് ഇവിടെ കാണാം. സോ 1 ഇനി താഴേക്ക് 0 ആക്കിയാൽ മതി. 1 -2 5 0 3 2. ആഡ് ചെയ്താൽ മതി. ത്രീ 1 ആക്കി താഴേക്ക് 0 ആക്കിയിട്ടുണ്ട്, ശരിയല്ലേ? 2 and -2 0 1 3 0 ഇവിടെ ചെയ്യുമ്പോൾ ആഡ് ചെയ്തത് 0 1 3 1 0. ഇവിടേക്ക് വരുമ്പോൾ 3 and -3 0 2. ഇവിടെ മാറ്റുണ്ടല്ലോ, അല്ല 15 ശരിയാ. 15 ആകുമ്പോൾ 6. ഓക്കെ ശരിയാ. ഇനി നമുക്ക് 1 വന്നു താഴേക്ക് 0 ആക്കണം. സോ 1 -2 5 0 3 0 1 3 0 0. ഇവിടെ സബ്ട്രാക്ട് ചെയ്യാം. 0 - 0 1 - 1 0 3 - 3 0 1 0. ഓക്കെ അല്ലേ? അടുത്ത അതുപോലെ തന്നെ കേട്ടെ. 0 അല്ല, ഇനി എന്ത് ചെയ്യണം, ഇനി നമുക്ക് ഇവിടെ 0 ആക്കണ്ടേ, അതൊന്ന് ചെയ്യാം. 2 കൊണ്ട് മൾട്ടിപ്ലൈ സബ്ട്രാക്ട് ചെയ്യാം. സോ 2 - 2 0 6 - 6 0 1 0. ഓക്കെ അല്ലേ? ഇനി എന്താ വർക്കുള്ള, ഇപ്പം ഇവിടെ 1 0 ഇവിടെ 1 0. ഇനി അടുത്ത റോയിൽ ഇവിടെ 1 താഴെ 0 ആക്കണം, ഇത് 0 ആക്കണം. ഒറ്റ സ്റ്റെപ്പിൽ തന്നെ ചെയ്യാലോ. ലാസ്റ്റ് റോ ഒന്ന് തേർഡ് റോ സബ്ട്രാക്ട് ചെയ്താൽ മതി. 0 - 0 0 - 0 0 - 0 1 - 1 0 0. അപ്പോൾ ഇവിടെ 0 വരും, ഒരു മാറ്റം മാത്രമേ ഉള്ളൂ. ഒറ്റ സ്റ്റെപ്പ് ചെയ്തു കഴിഞ്ഞു. ഇനി എന്താ ചെയ്യേണ്ടത്, ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് 1 എൻസർക്കിൾ ചെയ്തു, ഇതിനെ എൻസർക്കിൾ ചെയ്തു, ഇവിടെ ഇതിനെ എൻസർക്കിൾ ചെയ്തു, അല്ലേ? കഴിഞ്ഞു. സോ വാട്ട് ഈസ് ദ ബേസിസ് ഫോർ ദ റോ സ്പേസ്? സോ ബേസിസ് ഫോർ ദ റോ സ്പേസ് ഞാൻ ഇവിടെ എഴുതാം. വേണ്ട, ബേസിസ് ഫോർ ദ റോ സ്പേസ് നമുക്ക് B1 എന്ന് പേര് വിളിക്കാം. B1 അതിൽ ആരൊക്കെ ഉണ്ടാവും? B1 ഉണ്ടാവുക 1 -2 5 0 3. സെക്കൻഡ് 0 1 3 0 0. ലാസ്റ്റിലേക്ക് വരുമ്പോൾ 0 0 0 1 0. 3 വെക്ടേഴ്സേ ഉള്ളൂ. ക്ലിയർ അല്ലേ? this row. ഇനി എന്താ വേണ്ട, this is the basis for the row space. ഇനി basis for the column space വേണം. column space ഇനി B2 എന്ന് പേര് വിളിക്കുന്ന B2. പക്ഷേ B2 എടുക്കുമ്പോഴേ നമ്മൾ ഈ കോളം ഡയറക്റ്റ് ആയിട്ട് സെലക്ട് ചെയ്യല്ലേ ചെയ്യുക. എന്താ ചെയ്യുക, ഈ കോളത്തിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒറിജിനൽ മെട്രിക്സിലെ വെക്ടേഴ്സ് എടുക്കുക. ഇത് ഫസ്റ്റ് കോളല്ലേ, അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒറിജിനൽ മെട്രിക്സിലെ ഫസ്റ്റ് കോളം ചൂസ് ചെയ്യാം. സോ അതാരൊക്കെയാ, 1
-2 -1 -3 ഫസ്റ്റ്. പിന്നെ ഏതാ ഉള്ളത്? 1 ഉള്ളത് ഇതിലാണ്, സെക്കൻഡ് കോളത്തിലാണ്. സെക്കൻഡ് കോളത്തിൽ ആരൊക്കെയാണ്? -2 5 3 8. ഓക്കെ. പിന്നെ തേർഡ് കോളത്തിൽ എൻസർക്കിൾഡ് 1 ഇല്ല. ഇനി എവിടെയുള്ളത്? ഫോർത്ത് കോളത്തിലാണ്. ഇവിടുത്തെ ഫോർത്ത് കോളം എടുക്കാം. അതേതാണ്? അത് 0 0 1 1. കഴിഞ്ഞു. 2 ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇത്ര എളുപ്പമെന്ന് നോക്കിയാൽ. അപ്പോൾ ബേസിസ് ഫോർ ദ റോ സ്പേസും കണ്ടു, ബേസിസ് ഫോർ ദ കോളം സ്പേസും കണ്ടു. അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടി പറയാം. കഴിഞ്ഞ പ്രോബ്ലത്തിലും ഈ പ്രോബ്ലത്തിൽ നിങ്ങൾ ഒരു കാര്യം നോട്ട് ചെയ്തിട്ടുണ്ടാവും. നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ ദ ബേസിസ് ഫോർ ദ റോ സ്പേസ് ആൻഡ് കോളം സ്പേസ് വിൽ ഓൾവേസ് ബി ഈക്വൽ. ഇവിടെ 3 അല്ലേ, ഇവിടെ എത്ര തന്നെയാണത്? അത് 3 തന്നെയാണ്. ക്ലിയർ? സോ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ ദ റോ സ്പേസ് ഓർ കോളം സ്പേസ് വിൽ ഓൾവേസ് ബി ഈക്വൽ. അത് ഈക്വൽ ആവാൻ കാരണമുണ്ട്. നമ്മൾ നോക്കൂ, എങ്ങനെയാണ് റോ സ്പേസിൽ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? റോ സ്പേസ് ഈ ഒരു എക്ലോൺ ഫോമിൽ മാറ്റിയതിന് ശേഷം ഈ എൻസർക്കിൾഡ് 1 ഉള്ള റോസ് അല്ലേ നമ്മൾ സെലക്ട് ചെയ്തിട്ട് നമ്മൾ ബേസിസ് കണ്ടുപിടിക്കുന്ന റോ സ്പേസിൻ്റെ. കോളം സ്പേസിൻ്റെ ബേസിസ് കണ്ടുപിടിക്കാൻ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്ന അതേ എൻസർക്കിൾഡ് 1 തന്നെയാണ് അല്ലേ? അപ്പോൾ എത്ര എൻസർക്കിൾഡ് 1 ഉണ്ടോ അത്രയും ആൾക്കാർ ഇവിടെ ഉണ്ടാവില്ലേ? എത്ര എൻസർക്കിൾഡ് 1 ഉണ്ടോ അത്രയും ആൾക്കാർ ഇതിലും ഉണ്ടാവും. അപ്പോൾ രണ്ടും എപ്പോഴും ഈക്വൽ ആണ്. ശരിയല്ലേ? അപ്പോൾ ഡയമെൻഷൻ ഓഫ് ദ നമ്പർ ഓഫ് എലമെൻറ്റ്സിൻ്റെ ബേസിസിനെ നമ്മൾ ഡയമെൻഷൻ എന്ന് പറയാറ്. സോ വാട്ട് ഈസ് ദ ഡയമെൻഷൻ ഓഫ് ദ റോ സ്പേസ്? Dimension of the row space is in this case 3. Dimension of the column space എത്രയാണ്? 3 തന്നെയാണ്. So always dimension of the row space will be equal to the dimension of the row space ആയിരിക്കും. Clear? ഈ dimension of the row space or dimension of the column space is known as the rank of the matrix. അത് ഈ വീഡിയോയ്ക്ക് ആവശ്യമുള്ളതല്ല, അടുത്ത സെക്ഷനിലാണ് ഞാനിപ്പോൾ പറഞ്ഞതാണ്. ചിലപ്പോൾ റാങ്ക് കാണാനാണ് പറയാം. റാങ്ക് കാണാൻ നമുക്കറിയാമല്ലോ അല്ലേ? റാങ്ക് ഓഫ് മെട്രിക്സ് നമ്മൾ എവിടെ കേട്ടില്ലേ? നമ്മൾ എപ്പോഴോ പഠിക്കുന്നതല്ലേ? ഈ മെട്രിക്സിൻ്റെ റാങ്ക് എന്ന് പറഞ്ഞ്, ഈ മെട്രിക്സിൻ്റെ റാങ്ക് കാണാൻ നമ്മൾ ഇങ്ങനെയല്ലേ പറയാം? ഇതല്ല, ഈ വർക്കല്ലേ ചെയ്യുക? എത്ര നോൺ സീറോ റോസ് ഉണ്ടെന്നല്ലേ നോക്കുക? അപ്പോൾ ഒക്കെ ഒരേ കാര്യങ്ങളായിട്ട് മാറുകയാണ് അല്ലേ? നമ്മൾ മുമ്പ് റാങ്ക് ഓഫ് എ മെട്രിക്സ് പഠിച്ചിരുന്നു. അപ്പോൾ ആക്ച്വലി റാങ്ക് ഓഫ് എ മെട്രിക്സ് ഓരോ നമ്പർ മാത്രമല്ല, അത് ഏതൊരു വെക്റ്റർ സ്പേസിൻ്റെ ഡയമെൻഷനാണ്. ഏത് വെക്റ്റർ സ്പേസിൻ്റെ ഡയമെൻഷനാണ്? റാങ്ക് ഓഫ് എ മെട്രിക്സ് ഈസ് ദ ഡയമെൻഷൻ ഓഫ് ദ എന്താണ്? റോ സ്പേസ് ആണ്. ഓർ റാങ്ക് ഓഫ് എ മെട്രിക്സ് ഈസ് ദ ഡയമെൻഷൻ ഓഫ് ദ കോളം സ്പേസ് ആണ്. കണ്ടോ, നമ്മൾ അന്ന് പഠിച്ച വെറും റാങ്കിനൊക്കെ പുതിയ പുതിയ മാനങ്ങൾ വരികയാണ്. ഓക്കെ, അപ്പോൾ അത് വെക്റ്റർ സ്പേസിൻ്റെ ഡയമെൻഷനാണ്. ഏത്? റാങ്ക് ഓഫ് എ മെട്രിക്സ്. ആ വെക്റ്റർ സ്പേസിൻ്റെ ഡയമെൻഷൻ ഏതാണ്? വെക്റ്റർ സ്പേസ് റോ സ്പേസ് ഓഫ് എ മെട്രിക്സ് ഓർ കോളം സ്പേസ് ഓഫ് എ മെട്രിക്സ്, രണ്ടും ഈക്വലാണ്. ക്ലിയർ? അതിന് പറയുന്ന പേര് റാങ്ക് ഓഫ് എ മെട്രിക്സ് എന്നാണ്. നമ്മൾ അടുത്ത വീഡിയോക്ക് പഠിക്കും. ഓക്കെ, നിൽക്കട്ടെ. ഇപ്പോൾ ഈ രണ്ട് വർക്കും കഴിഞ്ഞു. ഒരു കാര്യം നോട്ട് ചെയ്യാം നമുക്ക്. നമ്മൾ രണ്ടിനും ബേസിസ് ഇപ്പം കണ്ടല്ലോ. ഈ മെട്രിക്സിൻ്റെ റോ സ്പേസിൻ്റെ ബേസിസാണ് കണ്ടത്. പക്ഷേ റോ സ്പേസിൻ്റെ ബേസിസ് പറഞ്ഞപ്പോൾ ഇതിൽ വരുന്ന റോസ് അല്ല ഇവിടെ വരുന്നത്. കണ്ടോ, റോ മാറ്റമുണ്ട്. പക്ഷേ കോളം സ്പേസിൻ്റെ ബേസിസ് പറഞ്ഞപ്പോൾ അതിൽ ഇവിടുത്തെ കോളംസ് തന്നെയാണ് വരുന്നത്. കണ്ടോ, ഈ ഫസ്റ്റ് കോളം തന്നെയാണ് അത്. സെക്കൻഡ് കോളം ഇവിടെ ഉണ്ട്, തേർഡ് അതേ കോളംസ് തന്നെയാണ് വരുന്നത്. അപ്പോൾ റോ സ്പേസിൻ്റെതിൽ വെക്റ്റർ മാറുന്നുണ്ട്, റോസ് മാറുന്നുണ്ട്. പക്ഷേ കോളത്തിൻ്റെത് അതേ വെക്റ്റേഴ്സ് തന്നെയാണ് വരുന്നത്. ഞാനിത് പറയാൻ കാരണം ഇനി വരുന്ന ക്വസ്റ്റ്യനിൽ ചിലപ്പോൾ നമ്മൾ പറയും ഗിവൺ വെക്റ്റേഴ്സിനെ ബേസിസ് ആയിക്കൊണ്ടുള്ള ബേസിസ് പറയാൻ പറയും. അപ്പോൾ നമ്മൾ ഈ ഒരു ടെക്നിക്കാണ് യൂസ് ചെയ്യുക. ഗിവൺ വെക്റ്റേഴ്സിനെ കിട്ടണമെങ്കിൽ നമ്മൾ ആരെ ഡിപ്പെൻഡ് ചെയ്യണം? കോളത്തിനെ ഡിപ്പെൻഡ് ചെയ്യണം. ഓക്കെ അല്ലേ? നിൽക്കട്ടെ. ഇത് രണ്ടും കാണാൻ നിങ്ങൾക്ക് പറ്റിയല്ലോ. ഓക്കെ, ഇനി എന്താ വേണ്ടത്? ഇനി വേണ്ടത് നൾ സ്പേസിൻ്റെ ബേസിസാണ് കണ്ടത്. എന്തായിരുന്നു നൾ സ്പേസ്? ഡെഫിനേഷൻ എന്തായിരുന്നു? നൾ സ്പേസ് ദ വെക്റ്റർ സ്പേസ് ഓർ ദ സൊല്യൂഷൻ സ്പേസ് ആയിരുന്നു. ദ സൊല്യൂഷൻ സ്പേസ് ഓഫ് ദ സിസ്റ്റം AX is equal to 0. ഈ സിസ്റ്റം സോൾവ് ചെയ്യണം. AX is equal to 0 എന്നുള്ള സിസ്റ്റം സോൾവ് ചെയ്യണം. AX equal to 0 സിസ്റ്റം ഇതുപോലെ തന്നെയല്ലേ സോൾവ് ചെയ്യുക? സോൾവ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ വർക്ക് ചെയ്യില്ലേ? ഇക്വേഷൻ ആക്കി മാറ്റിയില്ലേ? ഈ എക്സിനെ നമുക്ക് x1 x2 x3 x4 എങ്ങനെ എത്ര വരെയുണ്ട്? x5 വരെ വിളിക്കാം. അപ്പോൾ ഇതിന് നമ്മൾ വീണ്ടും സിസ്റ്റം ആക്കി മാറ്റുകയാണെങ്കിൽ ഇതേ വർക്ക് തന്നെ കണ്ടിന്യൂ ആണ്. നമുക്ക് ഈ സിസ്റ്റം സോൾവ് ചെയ്യണം. സിസ്റ്റം സോൾവ് ചെയ്യാൻ നമ്മൾ ഈ റോ റിഡക്ഷൻ ആണ് നടത്തുക. ശേഷം നമ്മൾ ഇതിനെ ഇക്വേഷൻ ആക്കി മാറ്റൂലേ? ഇക്വേഷൻ ആക്കി മാറ്റുമ്പോൾ എന്താ കിട്ടുക? സോ x1 minus 2x2 plus 5x3 plus 0x4
plus 3x5 plus 3x5 is equal to 0. First equation. Second വരുമ്പോൾ ഇത് കാണുന്നില്ലല്ലോ, 0x4ന്റെ ആവശ്യമില്ല. ഇനി അടുത്തതിലേക്ക് വരുമ്പോൾ x2 plus 3x3 is equal to 0. x2 plus 3x3 is equal to 0. ലാസ്റ്റിലേക്ക് വരുമ്പോൾ ഇത് x4 അല്ലേ, x4 is equal to 0. x4 is equal to 0. ഇനി നോക്കൂ, നമ്മൾ എങ്ങനെയാണ് സോൾവ് ചെയ്യുക. അവിടെ നമ്പർ ഓഫ് സൊല്യൂഷൻസ് എത്രയാണെന്ന് നോക്കിയേ. ഫൈനൈറ്റ് ആണോ ഇൻഫൈനൈറ്റ് ആണോ? വാട്ട് ഈസ് റാങ്ക്? റാങ്ക് 3 അല്ലേ കിട്ടിയത്. നമ്പർ ഓഫ് അൺനോൺസോ 5 ആണ്. n ഗ്രേറ്റർ ദാൻ r അല്ലേ. ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻസ് ഉണ്ട്. ആ ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻസ് എങ്ങനെയാണ് നമ്മൾ കാണുക? ഇതുപോലെ നമ്മൾ സർക്കിൾ ചെയ്യുക. ഈ വർക്കൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. സർക്കിൾ ചെയ്യും. സർക്കിൾ ഇല്ലാത്ത ആൾക്കാർ ആരൊക്കെയാ? x1 സർക്കിൾ ഉണ്ട്, x2 സർക്കിൾ ഉണ്ട്, x3ക്ക് സർക്കിൾ ഇല്ല, x5 സർക്കിൾ ഇല്ല അല്ലേ. അപ്പോൾ നമ്മൾ x3യും x5നെയും നമുക്ക് ആർബിട്രേറ്റ് ചൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് അതിനെ എഴുതാം. വേർ x3, x5 ആർ എന്താണ്? ആർബിട്രറി ആണ്. ക്ലിയർ? അപ്പോൾ നമുക്ക് ആ x3യെ നമ്മളൊരു r എന്ന് പേര് വിളിക്കാം. ലെറ്റ് x3 is equal to r and x5 is equal to s എന്ന് വിളിക്കാം. ഇഷ്ടമുള്ള വാല്യൂ കൊടുക്കാം ഇതിന്. അപ്പോൾ നമുക്ക് r എന്നും s എന്നും കൊടുക്കാം. x4 ഓൾറെഡി 0 ആണ്. അപ്പോൾ ബാക്കി വാല്യൂസ് നമുക്ക് കണ്ടുപിടിക്കാം. x3 എന്തായിരുന്നു? r ആ. അപ്പോൾ x2 plus 3r is equal to 0 or x2 is equal to minus 3r. x2 is equal to minus 3r. അപ്പോൾ നമുക്ക് ഏതൊക്കെ കിട്ടി? x5 അറിയാം, x4 അറിയാം, x3 അറിയാം, x2 അറിയാം. ഇനി എന്തുകൂടെ വേണ്ടുള്ളൂ? x1 കൂടി അറിയേണ്ടുള്ളൂ അല്ലേ. അപ്പോൾ ഇവിടുന്ന് x1 is equal to 2x2 minus 5x3 minus 3x5 എന്ന് കിട്ടും. ദാറ്റ് ഇസ് ഈക്വൽ ടു, ഇവിടെ x2ന് നമ്മൾ മൈനസ് 3r കൊടുത്താൽ ഇത് മൈനസ് 6r ആവും. മൈനസ് 6r. x3 എന്താണ്? r ആണ്. സോ മൈനസ് 5r മൈനസ് 3x5 എത്രയാണ്? s ആണ്. സോ ദാറ്റ് ഇസ് ഈക്വൽ ടു മൈനസ് 11r മൈനസ് 3s എന്നുണ്ടാവും. ഓക്കെ അല്ലേ. അപ്പോൾ നമുക്ക് എല്ലാ വാല്യൂസും ആയി. അപ്പോൾ നോക്കൂ, ഇതിൻ്റെ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ x1, x2, x3, x4, x5ൻ്റെ വാല്യൂസ് അല്ലേ. ആ വാല്യൂസ് എല്ലാം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ സൊല്യൂഷൻ സ്പേസ് എന്താണ്? x1, x2, x3, x4, x5 is equal to x1 ആരായിരുന്നു? ഇതാണ് മൈനസ് 11r മൈനസ് 3s. x2 ആരാണ്? x2 മൈനസ് 3r മൈനസ് 3r. x3 ആരാണ്? x3 r ആണ്. r. x4 എത്രയായിരുന്നു? 0. x5 എത്രയാണ്? x5 s ആണ്. yes. ക്ലിയർ? ഇതിനെ നമ്മൾ മുമ്പ് ചെയ്ത അതേ വർക്കിൽ നമ്മൾ മാറ്റാൻ പോവാം. ഇൻ ടേംസ് ഓഫ് r ആൻഡ് s എഴുതാൻ പോവാം. സോ ദിസ് ഇസ് ഈക്വൽ ടു r ഇൻറ്റു മൈനസ് 11 മൈനസ് 3 1 0 0 പ്ലസ് s ഇൻറ്റു എങ്ങനെയാ വരിക? മൈനസ് 3 0 0 സോറി മൈനസ് 3 0 0 0 1 ഇങ്ങനെ എഴുതി കൂടെ എഴുതാൻ കഴിയും. മനസ്സിലായില്ലേ? ഓക്കെ. ഇനി നമുക്ക് എന്താ വേണ്ടത്? ബേസിസ് ഫോർ ദ സൊല്യൂഷൻ സ്പേസ് അല്ലേ. ദീസ് ടു വെക്ടേഴ്സ് വിൽ ഫോം ദ ബേസിസ് ഫോർ ദ നൾ സ്പേസ്. ക്ലിയർ? അത് നമുക്ക് B3 എന്ന് പേര് വിളിക്കാം. B3. ഇപ്പോൾ B3യിൽ ആരൊക്കെയാണ് ഉള്ളത്? മൈനസ് 11 മൈനസ് 3 1 0 0 കോമ മൈനസ് 3 0 0 0 1 ഫോംസ് എ ബേസിസ് ഫോർ ദ നൾ സ്പേസ്. നൾ സ്പേസിൻ്റെ ബേസിസ് ആയിട്ട് മാറും. ക്ലിയർ? നമുക്കൊരു കാര്യം ചെയ്യട്ടെ. നമ്മുടെ ബേസിസ് ഫോർ ദ റോ സ്പേസ് കോളം സ്പേസ് അതിൻ്റെ ഡയമെൻഷൻ എന്താ പേര് വിളിച്ചതെന്ന്? റാങ്ക് എന്നല്ലേ പേര് വിളിച്ചത്? അടുത്ത സെക്ഷനിൽ നമ്മൾ കാണും. ഡയമെൻഷൻ ഓഫ് ദ നൾ സ്പേസ് ഈസ് നോൺ ആസ് ദ നള്ളിറ്റി. അപ്പോൾ ഇവിടെ റാങ്ക് ഉണ്ട്, ഇവിടെ നള്ളിറ്റി ഉണ്ട്. NULLITY നള്ളിറ്റി. ഇത് വാട്ട് ഇസ് എ നള്ളിറ്റി? നള്ളിറ്റി 2 ആണ്.
റാങ്ക് എത്രയാണ്? റാങ്ക് 3 ആണ്. നള്ളിറ്റി ഇവിടെ 2 ആണ്. അടുത്തൊരു സെക്ഷന് വേണ്ടി പറഞ്ഞു വെക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ. അപ്പോൾ ഇതിൽ ഈ സെക്ഷനിൽ വേണ്ട എല്ലാ കാര്യങ്ങളും ഡിസ്കസ് കഴിഞ്ഞു. ഇനി ഒരു ക്വസ്റ്റൻ ഞാൻ ഇവിടെ എഴുതാം. ഈ സ്പേസ് മതി ഇത് ആൻസർ ചെയ്യാൻ. ഇതേ ക്വസ്റ്റൻ ഞാൻ ഫൈൻഡ് ബേസിസ് ഫോർ ദ റോ സ്പേസ്, കോളം സ്പേസ് ആൻഡ് നൾ സ്പേസിലേക്ക് ഇവിടെ വേണം എഴുതാം. നൾ സ്പേസ് ഞാൻ മെട്രിക്സിനെ ഞാൻ എ ഡാഷ് എന്ന് വിളിക്കുന്നത്. എ ഡാഷ് ഇസ് ഈക്വൽ ടു അതിൽ വരുന്ന ആൾക്കാർ 1 -2 5 0 3. ക്ലിയർ? 0 1 3 0 0 0 0 0 1 0. ലാസ്റ്റ് വരുന്നത് 0 0 0 0 0. ഈ മെട്രിക്സിന്റെ റോ സ്പേസ് റാങ്ക് ആദ്യം കാണണം. നോക്കൂ, ഇതിന്റെ റോ സ്പേസ് റാങ്ക് കാണണമെങ്കിൽ നമുക്ക് ആദ്യം റോ റിഡക്ഷൻ നടത്തണ്ടേ? എങ്ങനെയാ റോ റിഡക്ഷൻ നടത്തുക? 1 താഴേക്ക് 0. 1 താഴേക്ക് 0 ആണോ? ആണല്ലോ. ഇവിടെ 1 താഴേക്ക് 0, അതും ശരിയാ. ഇവിടെ 1 താഴേക്ക് 0. അപ്പോൾ ഇവിടെ വർക്കൊന്നുമില്ല. ഓൾറെഡി ദ ഗിവൺ മെട്രിക്സ് ഈസ് ഇൻ എക്കലോൺ ഫോം. അപ്പോൾ സെലക്ഷൻ മാത്രമേ ആവശ്യമുള്ളൂ. അപ്പോൾ പറ, റോ സ്പേസിന്റെ ബേസിസ് ഏതാ വരിക? 1 ഉള്ള ആൾക്കാർ ഏതൊക്കെയാ? ഫസ്റ്റ് റോ വരും, സെക്കൻഡ് റോ വരും, തേർഡ് റോ വരും. ദാറ്റ് സെറ്റ് വിൽ ഫോം എ ബേസിസ് ഫോർ ദ റോ സ്പേസ്. കോളം സ്പേസോ? കോളം സ്പേസ് ഇത് തന്നെയാണ് വരിക. നമ്മൾ സാധാരണ ഈ 1 എടുത്തിട്ട് ഒറിജിനൽ മെട്രിക്സ് അവർ സെലക്ട് ചെയ്യില്ല. ഇവിടെ ഒറിജിനൽ മെട്രിക്സ് ഇത് ഒന്ന് തന്നെയാണ്. കാരണം ഗിവൺ മെട്രിക്സ് ഇറ്റ് സെൽഫ് ഈസ് ഇൻ എക്കലോൺ ഫോം. അപ്പോൾ ഇവിടെ വരുന്നത് കോളം സ്പേസിന്റെ ബേസിൽ വരുന്ന ഇത് വരും. ഓക്കെ അല്ലേ? പിന്നെ എന്തുകൂടെ വേണം നമുക്ക്? നൾ സ്പേസിന്റെ വേണം. നൾ സ്പേസിന്റെ നമ്മൾ ഇതുപോലെ സിസ്റ്റം ആക്കി മാറ്റണം. അവർക്ക് നിങ്ങൾ ചെയ്യാം. ഓക്കെ, അടുത്ത ക്വസ്റ്റിൽ വേണം നമുക്ക് ഒരു ക്വസ്റ്റൻ കൂടി ടൈപ്പ് ചെയ്യാം.